ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൊറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം വർദ്ധിച്ചതായി മന്ത്രി പി പ്രസാദ്. ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി. ലഹരി ഉപയോഗത്തിനെതിരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശക്തമായ പ്രചാരണം ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷം തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ആറ്റുകാൽ പൊങ്കാല നാളെ. നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു. പഴുതടച്ച ക്രമീകരണങ്ങളുമായി വിവിധ സർക്കാർ വകുപ്പുകൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൊറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മൊറീഷ്യസ് മുൻ പ്രധാനമന്ത്രി പ്രവീന്ദ് ജുഗ്നോദുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ശ്രീ മോദിക്ക് ഇന്നലെ മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കൂലം മൊറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ദണ്ഡിയാത്രാ സ്മൃതി ദിനം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാത്മാഗാന്ധി നയിച്ച മാർച്ച് സ്വാശ്രയത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള രാജ്യവ്യാപകമായ മുന്നേറ്റത്തിന് തുടക്കമിട്ടതായി പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുന്നു. കടൽമണൽ ഖനന നീക്കത്തിനെതിരെ പാർലമെന്റിന് പുറത്ത് കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി മാർച്ച് നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ പങ്കെടുത്തു. രാസവളത്തിന്റെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി പി പ്രസാദ്. ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്കും കൃഷിക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകുന്ന പരിപാടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലാബുകളിൽ വളങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് നീങ്ങിയത്. കേരളം ഒരു ജൈവ കാർഷിക നയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സർക്കാർ അധികാരത്തിന് ശേഷം ജൈവ കാർഷിക മിഷന് രൂപം കൊടുത്തു. അതിലൊന്ന് ഇത്തരത്തിലുള്ള ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാദേശികമായ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി തന്നെ ഇത്തരം വളങ്ങളും മറ്റും ഓർഗാനിക് മാനുവൽസ് നമുക്ക് നൽകുന്നതിന് ജൈവ വളങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള സംവിധാനം എടുക്കും. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം വർദ്ധിച്ചെന്നും നെല്ല് സംഭരണത്തെ അട്ടിമറിക്കുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ പ്രചാരണം ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും പ്രചാരണം നടത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. UGCയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷാ പഠനത്തെ വൈവിധ്യവൽക്കരണത്തിലൂടെ സമീപിക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. 4 ഭാഷകൾ പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ച് ഭാഷകൾ തെരഞ്ഞെടുക്കാനും അവസരമുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളതെന്നും ശ്രീമതി ബിന്ദു പറഞ്ഞു. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ സ്മരണയ്ക്ക് ഇന്ന് 100 വയസ്സ്. 1925 മാർച്ച് 12-നാണ് മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ച് ശ്രീനാരായണ ഗുരുവുമായി സംഭാഷണം നടത്തിയത്. മഹാത്മാഗാന്ധിയുടെ പ്രപൌത്രൻ തുഷാർ ഗാന്ധി കൂടിക്കാഴ്ച നടന്ന വനജാക്ഷി മന്ദിരം സമാഗമ ശതാബ്ദി സ്മാരക മ്യൂസിയമായി സമർപ്പിച്ചു. ശതാബ്ദി സമ്മേളനവും ശ്രീ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഐക്യമില്ലായ്മയാണെന്നും പരസ്പര ഐക്യത്തിലൂടെ മാത്രമേ മുന്നേറാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ രാവിലെ 9:45-ന് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പണ്ടാര അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞാൽ ഭക്തരുടെ അടുപ്പുകളിലും അഗ്നി പകരും. ഉച്ചയ്ക്ക് 1:15-ഓടെ പൊങ്കാല നിവേദ്യം നടക്കും. പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കലങ്ങളുമായി അടുപ്പുകൾ കൂട്ടി ഭക്തർ ഇപ്പോഴേ പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തു കഴിഞ്ഞു. പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്കായി മികച്ച സൗകര്യങ്ങളും കനത്ത സുരക്ഷയുമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ തിക്കും തിരക്കും ഒഴിവാക്കാനായി പ്രത്യേക ക്യൂവും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാലയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ നാളെ രാത്രി 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം നഗരം വൃത്തിയാക്കുന്നതിനായി 2000 തൊഴിലാളികളെയും 125 ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ് മകം തൊഴൽ. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച 5 കുട്ടികൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ. കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 1ഉം 2ഉം ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ തലവേദന, ഛർദി, പനി എന്നിവയെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മറ്റു കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ താൽക്കാലികമായി അടച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് ഈ മാസം 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ഇന്നലെ 8 പേർ കൂടി ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് വീടിനായി സമ്മതപത്രം നൽകി. അതിനിടെ പുനരധിവാസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് വയനാട് ചൂരൽമലയിൽ സൂചനാ സമരവുമായി ദുരന്തബാധിതർ. ചൂരൽമല പടവെട്ടിക്കുന്ന് നിവാസികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ദുരന്തബാധിതരായ 27 കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. കളക്ടറേറ്റിന് മുൻപിലും ദുരിതബാധിതർ സമരം നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹി കേരള ഹൌസ് സന്ദർശിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അനൌദ്യോഗിക സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ധനമന്ത്രി പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേരളത്തിൽ നിന്നുള്ള MPമാരുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ന്യൂഡൽഹി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ഗവർണറുടെ പിന്തുണയിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. തൃശൂർ തലപ്പിള്ളി താലൂക്കിൽ അകമലയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായ മാരത്തുകുന്നിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച 2 കുടുംബങ്ങൾക്ക് ഇനി സ്വന്തമായി ഭൂമി. നടപടികൾ പൂർത്തിയാക്കി ഭൂമിയുടെ രേഖകൾ അധികൃതർ കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. എങ്കക്കാട് വില്ലേജിൽ 4.25 സെന്റ് വീതമുള്ള ഭൂമിയുടെ രേഖകളാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത്. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് അകമല മാരാത്തുകുന്ന് പ്രദേശത്ത് ജില്ലാ കളക്ടർ സന്ദർശിക്കുകയും വിദഗ്ധർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് അപകട മേഖലയിലുള്ള 2 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരുന്നു. ഈ കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുന്നതിന് 6 ലക്ഷം രൂപയും വീട് പണിയുന്നതിന് 4 ലക്ഷം രൂപയും അനുവദിച്ച് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം. രാത്രി 7:30-ന് തെലങ്കാനയിലെ GMC ബാലയോഗിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് അന്താരാഷ്ട്ര ഗ്ലൂക്കോമ ദിനം. ഗ്ലൂക്കോമ രഹിത ലോകത്തിനായി ഒന്നിക്കാമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നേത്രപരിശോധന ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും നടത്തും. കേരളത്തിലെ ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിന് ഇന്ന് 82 വയസ്സ്. 1943 മാർച്ച് 12-നായിരുന്നു അന്നത്തെ ട്രാവൻകൂർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ആദ്യ വർഷങ്ങളിൽ ആഴ്ചയിൽ 1 പ്രക്ഷേപണമായിരുന്നു ഉണ്ടായിരുന്നത്. 1947 മുതൽ നിലയം സ്ഥിര പ്രക്ഷേപണം ആരംഭിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ അവശതയിലാണെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ പിടികൂടി ഉൾവനത്തിൽ വിടാനാണ് നിർദ്ദേശം. 30ഓളം വനപാലകരും വെറ്ററിനറി സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കാൻ പ്രദേശവാസികൾക്ക് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി അറക്കുളം പഞ്ചായത്തിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിൽ ലക്ഷങ്ങളുടെ കാർഷിക വിളകളാണ് ആന നശിപ്പിച്ചത്. പാലക്കാട് വാളയാറിൽ നിയമം പാലിക്കാതെ കന്നുകാലികളെ കുത്തിനിറച്ചു കൊണ്ടുവന്ന ലോറികൾ പിടികൂടി. 9 വാഹനങ്ങളിൽ നിന്നായി 70,000 രൂപ മൃഗസംരക്ഷണ വകുപ്പ് പിഴ ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം വർദ്ധിച്ചതായി മന്ത്രി പി പ്രസാദ്. ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി. ലഹരി ഉപയോഗത്തിനെതിരെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണം ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷം തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ആറ്റുകാൽ പൊങ്കാല നാളെ. നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു. പഴുതടച്ച ക്രമീകരണങ്ങളുമായി വിവിധ സർക്കാർ വകുപ്പുകൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.